ഒരു സായുധ സംഘട്ടനം ഉണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ. ഇസ്രയേൽ എന്ന രാജ്യം തങ്ങളെ ആക്രമിക്കും. അമേരിക്ക ഇസ്രയേലിനോടൊപ്പം ഉണ്ടാവും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇറാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ആകാശ യുദ്ധത്തിലൂടെ തങ്ങളെ കീഴടക്കാനാവില്ല എന്ന് ഇറാൻ പല ആവർത്തി തെളിയിച്ചു കഴിഞ്ഞു. അസാധ്യമായ കാര്യമാണ് ആണവ ആക്രമണം. ആണവാക്രമണം എവിടെങ്കിലും ഒരിക്കൽ നടന്നാൽ, ഇപ്പോൾ അതായത് 1945 ശേഷം ഇതുവരെ നടന്നിട്ടില്ല, എവിടെങ്കിലും നടന്നാൽ, 3/4 നൂറ്റാണ്ടിന് ശേഷം നടക്കുന്നു എങ്കിൽ ആണവ ബോംബുകൾ വ്യാപകമായി മറുപക്ഷത്തും ഉപയോഗിക്കപ്പെട്ടേക്കാം. ഇപ്പോൾ ഇറാൻ പറയുന്ന ഒരു കാര്യം, ഭീതിതമായൊരു കാര്യമുണ്ട്. തങ്ങൾ അമേരിക്കയ്ക്കെതിരെ പുതിയൊരു പോർമുഖം തുറക്കുകയാണ്. അത് ആണവ പോർമുഖമല്ല. അമേരിക്കൻ ടെക്നോ കമ്പനികൾ, നാശനഷ്ടങ്ങൾ ഗൾഫിലാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും നഷ്ടപരിഹാരം അമേരിക്ക ഈടാക്കുന്നതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം കരയുദ്ധത്തിലേക്ക് അടുക്കുകയാണ് എന്ന സൂചനകൾ ശക്തമാകുന്നതിനിടയിൽ തന്നെയാണ് ഇറാന്റെ ഒരു പുതിയ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. താങ്കളും ശ്രദ്ധിച്ചു കാണും. ഇറാന്റെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ വിവിധ തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന്. അതായത് US-നെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബിട്ടതിന് പിന്നാലെയാണ് ഈ ഒരു വീഡിയോ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ കരയുദ്ധം ഉണ്ടാകുമെന്ന് കരുതി വൻ തയ്യാറെടുപ്പിലായിരുന്നു ഇറാൻ. അങ്ങനെ വേണമോ അനുമാനിക്കാൻ? ഇറാൻ 1979 മുതൽ കാത്തിരിക്കുകയാണ്. കാരണം ഒരു പ്രഖ്യാപിത നയമാണ്, ഇറാൻ്റെ പ്രഖ്യാപിത നയമാണ്. അത് ശരിതെറ്റുകളെക്കുറിച്ച് ഞാൻ പറയില്ല, പക്ഷേ പ്രഖ്യാപിത നയമാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം. അതാണ്, പോരാട്ടമാണ് ഒരുപക്ഷെ ഇറാൻ്റെ മുഖമുദ്ര. പോരാട്ട മനസ്സാണ് ഇറാൻ്റെ മുഖമുദ്ര. അതിനെ ന്യായീകരിക്കാനോ എതിർക്കാനോ ഞാൻ ആളല്ല. അതിനെ നിഷ്പക്ഷമായിട്ട് തന്നെ ഞാൻ വിലയിരുത്തും. പക്ഷേ അമേരിക്ക വിരുദ്ധതയിൽ കെട്ടിപ്പടുത്ത ഒരു പ്രത്യയശാസ്ത്രം, റവല്യൂഷൻ്റെ സ്പിരിറ്റ്, അതനുസരിച്ച് ഒരു സായുധ സംഘട്ടനം ഉണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ. ഇസ്രയേൽ എന്ന രാജ്യം തങ്ങളെ ആക്രമിക്കും. അമേരിക്ക ഇസ്രയേലിനോടൊപ്പം ഉണ്ടാവും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇറാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതുകൊണ്ട് സാധാരണ കൺവെൻഷണൽ ഒരു വാർഫെയറിൽ, എയർ വാർഫെയറിൽ തങ്ങൾക്ക് സാധ്യത ഒട്ടുമില്ല എന്ന് ഇറാൻ അറിയാം. കാരണം ടെക്നോളജി നിയന്ത്രിക്കുന്ന യുദ്ധങ്ങളാണ് ആധുനിക ലോകത്തെ യുദ്ധങ്ങളെല്ലാം. അമേരിക്ക ഈസ് എ ഹൈടെക് കൺട്രി, ഇസ്രയേൽ ഓൾസോ ഈസ് എ ഹൈടെക് കൺട്രി. ഈ രണ്ട് രാജ്യങ്ങളുടെയും വ്യോമസേനകൾ തങ്ങളുടെ ഭൂമിയിൽ നിരന്തരം ആക്രമണം നടത്തും. തങ്ങൾക്ക് കാര്യമായി അതിനെ പ്രതിരോധിക്കാനും കഴിയില്ല. തങ്ങൾക്ക് കവചമൊരുക്കുന്നത് തങ്ങളുടെ ഭൂമിയായിരിക്കും. അതും അറിയാം ഇറാൻ. അപ്പം ആകാശമാർഗം തകർക്കാനൊക്കുന്ന ടാർഗറ്റുകളൊക്കെ തകർക്കാൻ കഴിയും. പക്ഷേ ഭൂമിയിൽ തങ്ങൾക്ക് തന്നെയാവും ആധിപത്യം. അതുകൊണ്ടാണ് ഭൂമിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നേരിട്ടുള്ള യുദ്ധത്തിലൂടെ മാത്രമേ തങ്ങളെ കീഴടക്കാനാവൂ. ആകാശ യുദ്ധത്തിലൂടെ തങ്ങളെ കീഴടക്കാനാവില്ല എന്ന് ഇറാൻ പല ആവർത്തി തെളിയിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, സെൻട്രലൈസ്ഡ് ഒരു കമാൻഡ് നഷ്ടപ്പെട്ടാൽ ഇറാൻ ചിതറും. അല്ലെങ്കിൽ ഏത് രാജ്യവും സെൻട്രൽ കമാൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിതറിപ്പോകും. അങ്ങനെയൊക്കെയാണ് ഇറാഖിനെയൊക്കെ നശിപ്പിക്കാൻ കഴിഞ്ഞത്. അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടെ ഒരു പരിധിവരെ മരിക്കാൻ കഴിഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ വികാദ്രീകൃതമായ പല മിലീഷ്യകളുണ്ടായിരുന്നു. എങ്കിൽ പോലും അഫ്ഗാൻ യുദ്ധത്തിലും അമേരിക്കയ്ക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞത്. പക്ഷേ ചരിത്രത്തിൽ നിന്നും ഇറാൻ ഒരുപാട് പാഠം പഠിച്ചു, ഗൃഹപാഠം ചെയ്തു. അതുകൊണ്ടാണ് ഇറാൻ്റെ 31 പ്രവിശ്യകളിലും 31 സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഓരോ പ്രവിശ്യകളിലും, ഓരോ പ്രോവിൻസുകളിലും ഇറാൻ അതിൻ്റേതായ ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഇൻഡിപെൻഡൻറ്റ് ചുമതലകളും നൽകി. അതുകൊണ്ട് ഇറാൻ്റെ ഏതെങ്കിലും ഒരു പ്രവിശ്യയെ നശിപ്പിച്ചത് കൊണ്ട്, ആകാശ യുദ്ധത്തിലൂടെ ഏതാനും ടാർഗറ്റ്സ് നശിപ്പിച്ചത് കൊണ്ട്, ഇനി അതല്ല അയത്തുള്ള ഖമനിയെ വധിച്ചത് കൊണ്ട് മാത്രം ഒന്നും അവസാനിക്കുന്നില്ല. ഇതെല്ലാം വെവ്വേറെ യൂണിറ്റുകളായി അമേരിക്കയ്ക്കെതിരെ സ്വതന്ത്രമായി തന്നെ കേന്ദ്രീകൃത കമാൻഡ് ഇല്ലാതെ തന്നെ പൊരുതാവുന്ന ഒരവസരത്തിൽ വന്നാൽ, ഇത് ഈ രാജ്യത്തെ കീഴടക്കണമെങ്കിൽ സൈന്യത്തിന് ഈ 31 പ്രവിശ്യകളിലേക്കും പ്രവേശിച്ച് ഓരോയിടത്തും കരയുദ്ധം ചെയ്യേണ്ടി വരും. എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. എളുപ്പമല്ലെന്ന് മാത്രമല്ല, സാധ്യമല്ല. അപ്പം കേന്ദ്രീകൃതമായ ഒരു കീഴടങ്ങൽ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ വികേന്ദ്രീകൃതമായ സംവിധാനത്തിലൂടെ ചേർത്ത് നിൽക്കുമ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക നാളിതുവരെ പ്രതീക്ഷിക്കാത്ത, ഒരു പക്ഷേ കണ്ടിട്ടില്ലാത്ത ഒരു ഗ്രൗണ്ട് ബാറ്റിലിന് പറ്റുന്ന ചില
വെപ്പൺസ്, അസോൾട്ട് വെപ്പൺസ് ആയിരിക്കണം. അത് ഇറാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പലതരം മിസൈലുകളും ഇതുവരെ ഉപയോഗിച്ചില്ല. ഫത്താറ്റോ മിസൈലുകൾ വലിയ പ്രഹരശേഷിയുള്ളതാണ്. അത് മുഴുവൻ അമേരിക്ക നശിപ്പിച്ച് കാണുമെന്ന് കരുതാനാവില്ല. അതിൽ ഒരെണ്ണം പോലും ഉപയോഗിച്ച് കണ്ടില്ല. അതുപോലെ ഇമാദ് മിസൈൽ ഉപയോഗിച്ച് കാണുന്നില്ല. പ്രഹരശേഷി ഉണ്ട് എന്ന് കരുതുന്ന പല മിസൈലുകളും പുറത്തെടുത്തില്ല. അതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യോമ പ്രതിരോധ, അതായത് ഥാഡ് ആൻഡ് പേട്രിയോട്ട് സംവിധാനം പരമാവധി ആവനാഴിയിൽ ഇതെല്ലാം അവസാനിക്കുമ്പോഴാവും ഒരുപക്ഷെ ഇറാൻ ഇതൊക്കെ എടുക്കുന്നത്. അതിൻ്റെ കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, കുറേയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകാം. മിസൈൽ സിറ്റികൾ എന്നൊക്കെ പറയുന്ന പലതും പ്രഹരത്തിൽ ഭാഗികമായി നശിപ്പിച്ചിട്ടുണ്ടാവാം, പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ മിസൈലുകൾ ഒരുപക്ഷെ ഇറാന് സാധ്യത ഒരുക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പുതിയ തരം വെപ്പൺസ്, അതായത് സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത ചില വെപ്പൺസ്, അതും ഒരുപക്ഷെ ഉപയോഗിക്കപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് കരയിലേക്ക് വരൂ, തങ്ങൾ കാത്തിരിക്കുന്നു, കിടങ്ങൊരുക്കി തങ്ങളിതാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ തങ്ങളുടെ മടയിലേക്ക് വന്ന് തങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കൂ. അല്ലാതെ ആകാശത്ത് നിന്നുകൊണ്ട് ഭീരുക്കളെ പോലെ ബോംബിട്ടിട്ട് കടന്നു കളയാനാണ് എങ്കിൽ തങ്ങൾക്ക് ആ പ്രഹരമൊക്കെ ഏറ്റുവാങ്ങാനും വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാനും വീണ്ടും പൊരുതി നിൽക്കാനും തങ്ങൾക്ക് കഴിയും. കടന്നു വരൂ എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇറാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ സാർ മുൻ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനെതിരെ ഇറാൻ വിടുന്ന ഏതെങ്കിലും ഒരു മിസൈലിൽ ആണവ ബോംബ് വെച്ചുള്ള ഒരു കടുത്ത പ്രയോഗം നടത്തിയേക്കുമോ? കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടാണോ? ഇറാൻ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുമോ? ആണവ ബോംബിൻ്റെ ഉപയോഗം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ നിഗമനം, എൻ്റെ പ്രതീക്ഷ, എല്ലാവരുടെയും പ്രാർത്ഥന. ആണവ യുദ്ധമൊന്നും ആർക്കും വിജയിക്കാനാവില്ല. ഈ ഇറാൻ ഉണ്ട് എന്ന് കരുതുന്ന ക്രൂഡ് ബോംബ്, അതൊരു ഡർട്ടി ബോംബ് എന്നാണ് പറയുക. അതായത് പൂർണ്ണമായി പാകപ്പെടുത്തി എടുത്തിട്ടില്ലാത്ത, ഹാഫ് കുക്ഡ് എന്ന് പറയാവുന്ന 60% മാത്രം യുറേനിയം സമ്പുഷ്ടീകരിച്ചുകൊണ്ട് കൃത്യതയുള്ള വലിയ പ്രഹരശേഷിയുള്ള ആണവ ബോംബുകൾ ഉണ്ടാക്കാനാവില്ല എന്നറിയാമല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ രഹസ്യമായി സമ്പുഷ്ടീകരണം കൂടുതൽ നടക്കുന്നുണ്ടാവാം. പക്ഷേ അതേക്കുറിച്ച് ഉള്ള അറിവുകൾ നമുക്കില്ല. പൊതുസമൂഹത്തിൻ്റെ മധ്യേ ആ അറിവുകൾ വരില്ലല്ലോ. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ആ അറിവൊന്നും ഉണ്ടാവില്ലല്ലോ. അതുണ്ടെങ്കിൽ തന്നെ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിലൂടെ അമേരിക്കയും ഇസ്രായേലും അത് കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്യില്ലേ. പക്ഷേ കൈവശമുള്ള ഏതെങ്കിലും ആണവ പോർമുന അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആണവ പോർമുനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതൊരു ബ്രഹ്മാസ്ത്രം എന്ന രൂപത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ പ്രയോഗിച്ചു കൂടായികയില്ല. കാരണം അളമുട്ടിയാൽ പാമ്പ് കടിക്കുമെന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് പ്രതിരോധത്തിലാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഉപയോഗിച്ചു കൂടായികയില്ല. ഇസ്രായേലിൻ്റെ കൈവശം 10-45ഓളം ആണവ ഡിവൈസസ്, ബോംബുകൾ ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. ഇസ്രായേൽ ഒരു ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവറൊന്നുമല്ല. പക്ഷേ നമുക്കറിയാം ഡിഫാക്റ്റോ അവരുടെ കൈവശം ആണവായുധങ്ങളുണ്ട്. അത് ഇറാനെതിരെ പ്രയോഗിച്ചാൽ, ഇറാൻ്റെ നഗരങ്ങൾക്കെതിരെ പ്രയോഗിച്ചാൽ യഥാർത്ഥത്തിൽ അതിന് യുദ്ധമെന്ന് പറയാനാവുമോ എന്ന് എനിക്കറിയില്ല. നിസ്സഹായരായ ആളുകളാണ് മരിക്കുന്നത്. ഭടന്മാർക്കെതിരെയാണോ ആണവായുധം ഉപയോഗിക്കുന്നത്? ഒരു ജനതയ്ക്കെതിരെ ആണവ യുദ്ധം എന്ന് പറഞ്ഞാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ഈ ഫാറ്റ് ബോയ്, ലിറ്റിൽ ബോയ്, ഇതൊക്കെ ഫാറ്റ് മാനും ലിറ്റിൽ ബോയും ഒക്കെ ഇതൊക്കെ ആരെയാണ് തകർത്തത്? ജപ്പാൻ സൈന്യത്തെയാണോ ജപ്പാൻ ജനതയാണോ തകർത്തത്? അപ്പോൾ ഒരു ജനതയ്ക്കെതിരെ ഒരു യുദ്ധം ചെയ്തിട്ട് ഈ രാജ്യങ്ങൾക്കൊക്കെ ആ രൂപത്തിൽ നിലനിൽക്കാനാവുമോ? ഇസ്രായേൽ എന്ന രാജ്യം ഇറാൻ്റെ മേൽ കൊണ്ടുപോയി ബോംബിടുക, അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യം ഇസ്രായേലിൻ്റെ മേൽ കൊണ്ടുപോയി ബോംബിടുക. ഈ രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ ചെയ്യാനാവില്ല. മറ്റ് രാജ്യങ്ങൾ ഒരുപക്ഷെ ഇടപെട്ടേക്കാം. ഇത് സർവനാശമായിരിക്കും. ഒരു ലോകമഹായുദ്ധത്തിലേക്ക് അത് കലാശിച്ചേക്കാം. അതിനൊന്നുമുള്ള ഇടവരുത്താൻ അമേരിക്ക ആഗ്രഹിക്കില്ല. പക്ഷെ കൈവിട്ടു പോകുന്ന രംഗത്തേക്ക് വന്നാൽ ഇങ്ങനെയുള്ള ഇതൊരു ഭീതിതമായ ഒരു ചിത്രമാണ്. അതുകൊണ്ട് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പറയുന്നത്. അസാധ്യമായ കാര്യമാണ് ആണവ ആക്രമണം. ആണവാക്രമണം എവിടെങ്കിലും ഒരിക്കൽ നടന്നാൽ, ഇപ്പോൾ അതായത് 1945 ശേഷം ഇതുവരെ നടന്നിട്ടില്ല, എവിടെങ്കിലും നടന്നാൽ, 3/4 നൂറ്റാണ്ടിന് ശേഷം നടക്കുന്നു എങ്കിൽ ആണവ ബോംബുകൾ വ്യാപകമായി മറുപക്ഷത്തും ഉപയോഗിക്കപ്പെട്ടേക്കാം. ചൈനയോ റഷ്യയോ ഒക്കെ രംഗത്ത് വരേണ്ട അവസ്ഥ വന്നേക്കാം. അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ. അതുകൊണ്ട് ഇറാനും അളമുട്ടിക്കഴിഞ്ഞാൽ പോലും
ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ചുകൊള്ളട്ടെ, ഫത്താറ്റു മിസൈലുകൾ ഉപയോഗിച്ചുകൊള്ളട്ടെ, പ്രഹരശേഷിയുള്ള കൈവശമുള്ള പരമാവധി പ്രഹരശേഷിയുള്ള ആണവ ഇതര പോർമുനകൾ ഉപയോഗിക്കട്ടെ. അത് ആണവമായി പ്രതികരിച്ചാൽ സർവനാശമായിരിക്കും. ഇറാൻ്റെ മാത്രമല്ല, ഗൾഫ് മേഖലയാകമാനം വികിരണമുണ്ടാവും. ഇല്ലേ? അത് മാത്രം ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ ഇസ്രായേൽ രാജ്യത്തിന് നിലനിൽക്കാനാവില്ല. ഒരു ആണവ പോരാട്ടത്തിൽ തീരെ ചെറിയ രാജ്യമാണ് ഇസ്രായേൽ, തീരെ ചെറിയ ജനസംഖ്യയുമാണ്, നിലനിൽക്കാനാവില്ല. ഇറാൻ വീണ്ടും കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും. വലിയ ഭൂവിസ്തൃതി ഉള്ളതുകൊണ്ട് ചില നഗരങ്ങളിൽ ആക്രമണം സംഭവിച്ചാലും ബാക്കി എന്തെങ്കിലുമൊക്കെ അവശേഷിക്കും. ഇസ്രായേലിന് അതുപോലും അവശേഷിക്കില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള എക്സ്ട്രീം കാൽക്കുലേഷനിലേക്ക് ഇതുവരെ പോയില്ല. ഇപ്പോൾ ഇറാൻ പറയുന്ന ഒരു കാര്യം, ഭീതിതമായൊരു കാര്യമുണ്ട്. തങ്ങൾ അമേരിക്കയ്ക്കെതിരെ പുതിയൊരു പോർമുഖം തുറക്കുകയാണ്. അത് ആണവ പോർമുഖമല്ല. അമേരിക്കൻ ടെക്നോ കമ്പനികൾ, അത് മെറ്റ ആകട്ടെ, ഗൂഗിൾ ആകട്ടെ, മൈക്രോസോഫ്റ്റ് ആകട്ടെ, ഏത് കമ്പനിയാണെങ്കിലും തങ്ങൾ ആ കമ്പനികളെ ലക്ഷ്യം വെക്കും. അമേരിക്കയുടെ 100 കണക്കിന് സ്ഥാപനങ്ങളും അവരുടെ ഔട്ട്ലെറ്റുകളും ഗൾഫ് നാടുകളിലുണ്ട്, GCC മേഖലയിലുണ്ട്. തങ്ങൾ ഇനി അവിടേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. അവിടുത്തെ ജീവനക്കാർ ജാഗ്രത, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പൊയ്ക്കോളൂ. ഇതിനർത്ഥം എന്താ? ഇറാൻ ആക്രമിച്ചാലും ഇല്ലെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ്, ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാവുകയാണ്. അമേരിക്കയുടെ നിക്ഷേപങ്ങൾ, അമേരിക്കയുടെ വർക്ക് ഫോഴ്സ്, അമേരിക്കൻ താല്പര്യമുള്ള കേന്ദ്രങ്ങൾ ഗൾഫ് മേഖലയിൽ സുരക്ഷിതമല്ല എന്ന ഒരു പ്രതീതി ഉണ്ടാവുകയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരു സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻ്റ് സമവാക്യങ്ങളെ ഗൾഫ് മേഖലയിലെ മാറ്റിക്കുറിക്കാൻ പര്യാപ്തമായ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ് ഇറാൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ അവസാന നിമിഷങ്ങളിൽ വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷങ്ങളിലാണ് ഇറാൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. വി വിൽ ടാർഗറ്റ് ദ സെൻറ്റേഴ്സ് ഓഫ് അമേരിക്കൻ ടെക്നോളജി, ടെക്നോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ടെക്നോ സെൻറ്റേഴ്സ് ആൻഡ് കോർപ്പറേറ്റ്സ് യൂസിങ് ടെക്നോളജി. അമേരിക്ക യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചാണല്ലോ, ആകാശങ്ങളിൽ യുദ്ധം ജയിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചാണല്ലോ. ആ ടെക്നോളജി ഭൂമിയിൽ മനുഷ്യന് പ്രയോജനകരമായ രീതിയിൽ ഇൻഫോടെക്കിൻ്റെ രൂപത്തിലും മറ്റ് ടെക്നോളജിയുടെ രൂപത്തിലും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സൈബർ വേൾഡിലും ഒക്കെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ജീവനക്കാർക്ക് നേരെ, കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ ആക്രമണം വന്നാൽ ഗൾഫിൽ നിന്നും ഈ കമ്പനികളെ കട്ടയും പാടവും മടക്കി പോകേണ്ടി വന്നാലത്തെ അവസ്ഥ നോക്കൂ. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓയിൽ മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ദേ വോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ദേ വോണ്ട് US ഇൻവെസ്റ്റ്മെൻറ്റ്, യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പല രാജ്യങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ വേണം. പ്രത്യേകിച്ച് ദുബായ് പോലെയുള്ള സ്ഥലങ്ങൾ എണ്ണ കൊണ്ടല്ല നിൽക്കുന്നത്, ഫ്രീ പോർട്ടാണ്. സാധനങ്ങൾ വാങ്ങണം, വിൽക്കണം. അവിടെ പരമാവധി എണ്ണ ഉൾപ്പെടെയുള്ള എണ്ണയ്ക്ക് അതീതമായ ഉൽപ്പന്നങ്ങൾ വാങ്ങപ്പെടണം, വിൽക്കപ്പെടണം, ഉത്പാദിപ്പിക്കപ്പെടണം. സൈബർ സെൻറ്ററായി മാറണം, സൈബർ സിറ്റീസായി മാറണം. ഇപ്പോൾ തന്നെ എങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അനേകം സൈബർ വിദഗ്ധന്മാർക്ക് അവിടെ ജോലി കിട്ടുന്നത്. ഈ ഹോസ്പിറ്റൽസ് ആണെങ്കിലും എല്ലാം തന്നെ ടെക്നോ സെൻറ്റേഴ്സ് അല്ലേ ഈ ഹോസ്പിറ്റൽ. അവിടെ ഗൾഫിലുള്ള നമ്മുടെ എത്ര നേഴ്സുമാരാണ് അവിടെ ഉള്ളത്, നമ്മുടെ എത്ര എൻജിനീയർമാരാണുള്ളത്, എത്ര പ്രൊഫഷണലുകളാണുള്ളത്. ഇതെല്ലാം തന്നെ സാധിക്കുന്നത് ടെക്നോളജി ഉള്ളത് കൊണ്ടാണ്. ഗൾഫ് ടെക്നോളജിയുടെ ഒരു ഹബ്ബായി മാറി. ഈ ടെക്നോ ഹബിനെയാണ് ഇറാൻ, ജീവനാഡിയെയാണ്, ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കൂടി മുട്ടിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഒരു പ്രാകൃതമായ മാർഗ്ഗമാണ്. ഇങ്ങനെയുള്ള ഇതും പ്രാകൃതം തന്നെയാണ്. അപ്പോൾ രാജ്യങ്ങളുടെ, അപ്പം സ്വാഭാവികമായി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമല്ലോ. ഇതെങ്ങനെങ്കിലും ഒന്ന് അങ്കിൾ സാം അല്ലെങ്കിൽ മിസ്റ്റർ ട്രംപ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തി നമുക്കിതിൽ നിന്ന് പിന്മാറണം. നിങ്ങൾക്ക് കുഴപ്പമില്ല, അമേരിക്കയുടെ മണ്ണിലേക്ക് ഒരു മിസൈലും വരില്ല ഇറാനിൽ നിന്നും. അമേരിക്കയ്ക്കുള്ളിലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ കേന്ദ്രം ആക്രമിക്കാൻ ഇറാന് കഴിയില്ല. പക്ഷേ ഇവിടെയുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കും. അവിടെയുള്ള പല ജീവനക്കാരും അറബികളാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരാണ്, അല്ലെങ്കിൽ അമേരിക്കക്കാർ തന്നെയാണ്. വലിയ വിഷയമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളും തകർന്നടിയും. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്, നാശനഷ്ടങ്ങൾ ഗൾഫിലാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും നഷ്ടപരിഹാരം അമേരിക്ക ഈടാക്കുന്നതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. യുദ്ധം കഴിഞ്ഞ് പോകുമ്പോൾ ട്രംപ് ഓൾറെഡി പറഞ്ഞു വെച്ചു, ഈ യുദ്ധത്തിന് ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും, നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. എന്നാൽ സത്യം എന്താണ്? ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യുദ്ധമാണോ? ഇസ്രയേലിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. അമേരിക്കയുടെ മാത്രം പ്രസ്റ്റീജിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. ട്രംപിൻ്റെ മാത്രം യുദ്ധമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാവും ശരി. അല്ലാതെ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യുദ്ധമേ അല്ല ഇത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ആത്യന്തികമായി ഇടപെടേണ്ടി വരും, പറയേണ്ടി വരും, തുറന്ന അഭിപ്രായം പറയേണ്ടി വരും. ഇറാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്.
അപ്പോൾ അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക്, ടെക്നോ സെന്റേഴ്സിൽ ഉൾപ്പെടെ അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുമ്പോൾ അവസാനം ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗൾഫ് രാജ്യങ്ങൾ പറയും, തങ്ങൾക്ക് നിലനിൽക്കണം, ഈ ഭൂമുഖത്ത് GCC രാജ്യങ്ങൾക്ക് നിലനിൽക്കണം, പെർമനൻ്റായ കോൺഫ്ലിക്റ്റ് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ദയവായി ഇവിടം വിട്ടു പോകൂ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം, ഗൾഫിലെ കാര്യങ്ങൾ ഞങ്ങൾ മാനേജ് ചെയ്തോളാം, ഇറാനോട് ഞങ്ങൾ സംസാരിച്ചുകൊള്ളാം, ഇറാനും ഗൾഫ് രാജ്യങ്ങൾക്കും എല്ലാം സ്വീകാര്യമാകുന്ന രീതിയിൽ പ്രശ്നപരിഹാരം ഉണ്ടായിക്കൊള്ളാം, ഇസ്രയേലിനെ നിങ്ങൾ അടക്കി നിർത്തിയാൽ മതി എന്ന് അമേരിക്കയോട് ഗൾഫ് രാജ്യങ്ങൾക്ക് പറയേണ്ടി വന്നേക്കാം. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടൊരു ഡീൽ ഉണ്ടാവാം, പക്ഷെ ഉണ്ടാവുമ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഉണ്ടാകൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഏകപക്ഷീയമായ ഒരു വിജയം ഒരു ഭാഗത്തുണ്ടാവില്ല. ഏറെ പരാജയങ്ങൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. എല്ലാ ഭാഗത്തും ജീവനാശം ഉണ്ടായിക്കഴിഞ്ഞു, വസ്തുവകകൾക്ക് നാശം ഉണ്ടായിക്കഴിഞ്ഞു, ഇക്കോണമി തകർന്നടിഞ്ഞു കഴിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റുകൾ ബ്ലഡ് ബാത്താണ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ, അല്ലേ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 85,000-ഓളം പോയിന്റിലാണ്. അത് തകർന്നടിഞ്ഞ് 71,000 പോയിന്റിനോട് അടുത്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ. ഓഹരി വിപണി എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ ഇവിടെ വരണ്ടേ? ഓഹരി വിപണികളിലേക്ക് പണം വരണ്ടേ? സെക്കൻഡറി മാർക്കറ്റിലേക്കും പ്രൈമറി മാർക്കറ്റിലേക്കും വരണ്ടേ? ഓഹരിയിലൂടെ ധനസമ്പാദനം നടത്തണ്ടേ? വിഭവ സമാഹരണം നടത്തണ്ടേ? ഇതൊന്നും സാധിക്കാതിരുന്നാൽ ആഗോള സാമ്പത്തിക മാന്ദ്യമല്ലേ സംഭവിക്കുന്നത്? അതുകൊണ്ട് യുദ്ധം കണ്ട് ആസ്വദിച്ച് രസിച്ച് പക്ഷം ചേർന്ന് ഈ മെസ്സേജ് ഇട്ട് കളിക്കുന്ന ആളുകളുടെ കൂടെ ശ്രദ്ധയ്ക്ക് പറയുന്നു, ഇത് നമ്മളിലേക്ക് വരുന്നു, ഓൾറെഡി വന്നു കഴിഞ്ഞു. ഗ്യാസിൻ്റെ രൂപത്തിലാണല്ലോ ആദ്യം വന്നത്, ഇനി ജോലികളുടെ രൂപത്തിൽ വരും, സമ്പദ് വ്യവസ്ഥയുടെ രൂപത്തിൽ വരും, പണം സർക്കുലേഷനില്ലാതെ വരും. വലിയ വിപത്ത് വരാതിരിക്കാൻ ഗെയിമായി കാണുന്ന ആ മാനസികാവസ്ഥ, ഇറാൻ അനുകൂലമോ ഇസ്രായേൽ അനുകൂലമോ അല്ലെങ്കിൽ അമേരിക്കൻ അനുകൂലമോ, ഇങ്ങനെ ചേരിതിരിഞ്ഞ് കളിച്ചു നിൽക്കാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക വിശ്വാസികളാണെങ്കിൽ. അല്ല എങ്കിൽ യുക്തിസഹമായി ചിന്തിച്ചുകൊണ്ട് അതിന് പരിഹാരം നല്ല ബുദ്ധി അമേരിക്കയ്ക്കും ഇറാനും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും തോന്നട്ടെ എന്ന് ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യരുതോ? ഈ ഓർമ്മപ്പെടുത്തലോടെ അവസാനിപ്പിക്കട്ടെ.